ഹായ് ഗൈസ്, വെൽക്കം ടു മഹീസ് വ്ലോഗ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നടന്ന അതായത് ഇന്ത്യക്കകത്ത് ഇപ്പോൾ ഒരുപാട് ട്രാജഡികൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ 3 മാസത്തിനിടയ്ക്ക് തന്നെ ഇപ്പോൾ 4-മത്തെയാണ്. ഇപ്പോൾ അഹമ്മദാബാദിൽ ഇപ്പോൾ നടന്ന ഒറ്റയടിക്ക് ബോയിങ് ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻറ്റിൽ ആകെ ഒരു സർവൈവറേ ഉള്ളൂ. 242-41 പേര് മരിച്ചു. ഒരേ ഒരു സഹോദരൻ രക്ഷപ്പെട്ടത് ഭാഗ്യങ്ങളും ഉണ്ടല്ല, അയാൾ അവസരോചിതമായിട്ട് ആ സമയത്ത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യാനുള്ള കാണിച്ച അയാളുടെ ആ ബുദ്ധിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു എമർജൻസി എക്സിറ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഏതൊരു ഫ്ലൈറ്റിലേക്കും കയറുമ്പം തന്നെ അവർ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ക്ലിയറായിട്ട് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ സമയത്ത് അയാൾ എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അയാളുടെ കൂടെ ഒരാളും കൂടെ പോയിരുന്നെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളും കൂടെ അയാളെ ഫോളോ ചെയ്തിരുന്നെങ്കിലും അയാളിപ്പോൾ രക്ഷപ്പെട്ടത്. അപ്പോൾ എവറി ടൈം നമ്മൾ ബസ്സിലായാലും ശരി, എല്ലാ ബസ്സിലും ഉണ്ട്. ബസ്സിലും എമർജൻസി എക്സിറ്റ് ഉണ്ട്, ട്രെയിനിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്, സൈഡ് വിൻഡോസ് എമർജൻസി എക്സിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എമർജൻസിയിൽ, അതായത് ഇതേപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്, ഉപയോഗിക്കേണ്ട സമയം ഏതാണെന്ന് നമ്മൾ സ്വയം നിശ്ചയിക്കണം. അതായത് നമുക്ക് മനസ്സിലാവണം. അതിനെന്താ പറയുക, പക്വത അതിനുള്ളത് വേണം, വിവരം അതിനുള്ളതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ബാക്കി നമുക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടായത്. നമുക്ക് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. മരണത്തിന് മുമ്പൊക്കെ അവരെ ഫ്ലൈറ്റ് ബോർഡിങ്ങിനൊക്കെ ഇരുന്നിട്ടൊക്കെ വീഡിയോ എടുത്ത ആൾക്കാരുണ്ട്. സ്വന്തം കരിയർ തന്നെ നിർത്തിയിട്ട് വേറൊരു സ്വന്തമായിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാൻ വേണ്ടി ഒരു ഡോക്ടറിൻ്റെ ഫാമിലി ഫുള്ള്, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് എപ്പോഴും നമുക്കിപ്പോൾ ഇത് ഞാൻ പറയുന്നത് സങ്കടം കൊണ്ട് തന്നെയാണ്. എന്നാലും അയാൾ രക്ഷപ്പെട്ടത് അയാളുടെ ഒരു വിവേക ബുദ്ധിത്തെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അയാൾ നന്നായിക്കട്ടെ. അയാളുടെ എന്താ പറയുക, ശാരീരാസ്വാസ്ഥകളൊക്കെ മാറി പെട്ടെന്ന് ശരിയായി വരട്ടെ. അപ്പോൾ മരിച്ചു പോയവരുടെ ഫാമിലിയുടെ അടുത്തൊക്കെ നമ്മളുടെ കണ്ടോളൻസ് അറിയിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബി സേഫ്, സ്റ്റേ സേഫ്.